പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിറച്ചു നൽകണമേ. മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കഷ്ടപ്പാടും വേദനയും രോഗങ്ങളും അസ്വസ്ഥതകളും എല്ലാം ഉണ്ട് കർത്താവെ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ അവസ്ഥകളെയൊക്കെ മനസ്സിലാക്കി കർത്താവെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കളല്ല കർത്താവെ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണം. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കളെ ജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വിവേകം കൊണ്ടും സ്വർഗത്തിന്റെ സഹായം കൊണ്ടും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ട എല്ലാവരെയും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാ നിയോഗങ്ങളുടെ മേലും കരുണ ചൊരിയണമേ. പൈശാചിക സ്വാധീനങ്ങള്, അന്ധകാര ശക്തികള്, രോഗപീഠകള്, തടസ്സങ്ങള്, എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റി അങ്ങയുടെ മക്കൾക്കും ഇവരുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ജീവിതങ്ങൾക്കും വലിയ വിടുതലും വിമോചനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇവിടെ മക്കളെ, ഒത്തിരിയേറെ ദാഹത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നലെയൊക്കെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് വന്നുള്ളൂ. സൗണ്ടൊക്കെ അങ്ങോട്ട് തുറക്കണില്ല. എന്നാലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മള് നമ്മുടെ കുറവും വേദനകളും തടസ്സങ്ങളും രോഗങ്ങളും എല്ലാം മറന്ന് കർത്താവിന് മുമ്പില് ഒരുമയോടെ കരം വിരിച്ചു നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മള് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രാർത്ഥിക്കേണ്ട മേഖലയാണ് നമ്മുടെ മക്കള് ഒരിക്കലും കർത്താവിനെ വിട്ട് പോകരുത്. വചനം വിട്ട്, ഉദാശ വിട്ട്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം വിട്ട്, കൈത്തണ്ട് വിട്ട് നമ്മുടെ മക്കള് ഒരിക്കലും പോകാൻ പാടില്ല. നമ്മൾ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് 4 യുവാക്കന്മാരെ ദാനിയേലിന്റെ പുസ്തകത്തില് നമ്മൾ കാണുകയാണ്. ആ മക്കളെ കുറിച്ച് പറയാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിൽ പറയാണ്, ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർത്ഥ്യവും നൽകി. ഈ 4 യുവാക്കന്മാരാരാ? ദാനിയേല്, ശദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ. ഈ മക്കള് ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. ഇവർക്ക് എന്ത് കിട്ടി? സകല വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർത്ഥ്യവും കർത്താവ് നൽകി. ദൈവം അവരുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇതുപോലെ മക്കളെ അനുഗ്രഹിച്ചത്? അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ മക്കള് ദൈവത്തിനു വേണ്ടി നിന്നു, ദൈവ വചനത്തിനു വേണ്ടി നിലപാടെടുത്തു. അവർക്ക് വേണമെങ്കിൽ ബാബിലോണില് അടിപൊളിയായിട്ട് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. രാജാവിന്റെ വിഭവ സമൃദ്ധമായ വിരുന്ന്, മദ്യം, സുഖ സന്തോഷങ്ങള്, കൊട്ടാരത്തില് എല്ലാ സുഖങ്ങളും അനുഭവിക്കാം. എന്നാൽ ആ 4 മക്കളും കർത്താവിന് വേണ്ടി, വചനത്തിനു വേണ്ടി, പാരമ്പര്യത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി അവർ തീരുമാനമെടുത്തു. നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രാർത്ഥിക്കേണ്ടത് വേറൊന്നിനും വേണ്ടിയല്ല. ഇന്ന് നമ്മള് പല നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ജോലി കിട്ടണം, അവര് പരീക്ഷ ജയിക്കണം, വിദേശത്ത് പോകണം, പാർട്ട് ടൈം ജോലി കിട്ടണം, ഇതൊക്കെ വേണം. നമ്മൾ അതിനു വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും ഏറെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ മക്കൾക്ക് ഈ ദൈവബന്ധത്തിൽ, വചനത്തില്, കൂദാശയില് ഏത് കൂട്ടുകെട്ടിപ്പെട്ടാലും, ഏത് രാജ്യത്ത് പോയാലും, ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവത്തെ വിട്ട് ഒരു ജീവിതമില്ല. നമ്മൾ പിന്നീട് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ഈ മക്കളുടെ കൂടെ എല്ലാ അവസ്ഥയിലും കർത്താവുണ്ട്. ആ 3 യുവാക്കന്മാരെ, ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നഗോയെയും തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ തീച്ചൂളയിലേക്ക് ദൈവം ഇറങ്ങിച്ചെന്നു. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ദൈവം ഇറങ്ങിച്ചെന്ന് സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി. അവന് വിശന്നപ്പോ ഹബക്കൂക്കിനെ കൊണ്ട് ആ സിംഹ കൂട്ടിൽ കർത്താവ് വിരുന്നൊരുക്കി.
അങ്ങനെ ആ മക്കളെ അനുഗ്രഹിച്ചു. സിംഹക്കുട്ടിയില്, തീച്ചൂളയില്, എല്ലാ അവസ്ഥയിലും വിശപ്പിലും ഒക്കെ ദൈവം ഇടപെട്ടു. നമ്മുടെ മക്കൾക്കും പല പല അവസ്ഥകളിലാ. വേദനിക്കുന്ന മക്കള്, ജോലിയില്ലാത്ത മക്കള്, ഒറ്റപ്പെടുത്തപ്പെട്ട മക്കള്, കട്ടപ്പെട്ട് കിടക്കുന്ന മക്കള്, തോറ്റു കിടക്കുന്ന മക്കള്, സിംഹക്കുടിയില്, തീച്ചൂളയില്, ആ മക്കളുടെ ജീവിതത്തില് ദൈവം ഇടപെടാൻ നമ്മുടെ മക്കൾക്കൊരു ജീവിതം വേണം. അതിനുവേണ്ടി മക്കളെ നമ്മൾ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ മക്കൾ എവിടെ പോയാലും ഈ മക്കളൊന്നും നമ്മുടെ കൺട്രോളിലോ നമ്മുടെ സാമീപ്യത്തിലൊന്നും അല്ല മക്കളെ, അല്ലല്ലോ, പല സ്ഥലത്തും. അപ്പൊ അവർക്ക് അവിടെ കൂടെ കർത്താവ് വേണം. കർത്താവ് വേണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ജീവിതം വേണം. ദൈവത്തെ മഹത്വപ്പെടുത്തിയ, ദൈവത്തെ ആരാധിച്ച, ദൈവകൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്ത, ദൈവത്തിൽ നിന്ന് അകന്നു പോകാത്ത ഒരു ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എവിടെ പോകട്ടെ, എവിടെ പോകട്ടെ. ഇന്ന് അനേക മാതാപിതാക്കള് അവിടെ പോയി ഇവിടെ പോയി വഴിതെറ്റിപ്പോയി ഒത്തിരി നിയോഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള മക്കൾ കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഈ ദാനിയേലിനെ പോലെ, ശദ്രാക്കിനെ പോലെ, അബേദ്നെഗോയെ പോലെ നമ്മുടെ മക്കള് ഒരു കാരണവശാലും കർത്താവിനെ വിട്ട് പോകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ ഒരഭിഷേകം, ഒരു കൃപ കിട്ടിയാൽ നമ്മുടെ മക്കളെ ദൈവം കൈവിടില്ല. എന്റെ മക്കളെ, അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനം, ഞാൻ പലവട്ടം പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തെ വിട്ടു പോകാതെ കുദാശയിലും വചനത്തിലും പ്രാർത്ഥനയിലും ജപമാലയിലും നമ്മുടെ മക്കള് ദൈവത്തെ വിട്ടു പോകാതിരിക്കാനാണ്. അങ്ങനെ ജീവിച്ചാൽ പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും വിശുദ്ധ മിഖായേൽ മാലാഖയും മാലാഖമാരും സ്വർഗത്തിന്റെ സഹായം, സംരക്ഷണം നീട്ടിത്തരും. ത്രിയേക ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം മക്കളുടെ കൂടെ ഉണ്ടാവും. ആ മക്കൾ ഒരിക്കലും നശിച്ചു പോകില്ല. തീച്ചൂളയിൽ എറിഞ്ഞാലും അവിടെ ഇറങ്ങിച്ചെന്ന് കർത്താവ് സംരക്ഷിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് മുതൽ സിസ്റ്റേഴ്സിന് ധ്യാനം ആരംഭിക്കാം. ദിവസങ്ങളിൽ മുഴുവൻ ധ്യാനം. എന്നാലും നമ്മുടെ മക്കളോടുള്ള തീഷ്ണമായ ഒരു സ്നേഹം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മള് ഈ കുറവിലും പോരായ്മയിലും ഒക്കെ ശക്തമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാണ്. നമ്മുടെ ഈ പ്രാർത്ഥനയും കഷ്ടപ്പാടും ഈ തീഷ്ണതയും കണ്ട് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ മക്കളുടെ കാര്യത്തില് ഇടപെടും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കള് ഒരിക്കലും അങ്ങയെ വിട്ടുപോകാതെ അങ്ങയുടെ വചനം അനുസരിച്ച് കൂദാശകളില് അങ്ങയെ സ്വന്തമാക്കി അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ച് തായ്തൊട്ട് ബന്ധത്തിൽ ആഴപ്പെട്ട് വളരാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദാനിയേലിനെ പോലെ, ശദ്രാക്കിനെ പോലെ, മെഷാക്കിനെ പോലെ, അബേദ്നെഗോയെ പോലെ ഞങ്ങളുടെ മക്കള് എവിടെ പോയാലും, വിദേശത്തോ സ്വദേശത്തോ ദൂരസ്ഥലത്തോ കോളേജിലോ സ്കൂളിലോ ഏത് കൂട്ടായ്മയിൽ ചെന്നപ്പെട്ടാലും കർത്താവേ, പാപത്തിലേക്ക് പോകാൻ ഇടയാക്കരുത്. ഞങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, നല്ലവർക്ക് അധികം കൂട്ടുകെട്ടുണ്ടാവില്ല, എന്നാൽ മോശപ്പെട്ടവർക്ക് ഒത്തിരിയേറെ കൂട്ടുകാരുണ്ടാവും. പാപം ചെയ്യാനുള്ള കൂട്ടുകെട്ട് ഒത്തിരിയുണ്ട്. മദ്യപിക്കാൻ, കറങ്ങാൻ പോകാൻ, ചെടികൾ പാപം ചെയ്യാൻ ഒത്തിരിയേറെ കൂട്ടുകാര്. എന്നാൽ നല്ലവർക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്. 4 യുവാക്കന്മാര് കർത്താവിന് വേണ്ടി നിലപാടെടുക്കുന്ന കൂട്ടുകാര്. കർത്താവെ, ഞങ്ങളുടെ മക്കൾക്കും നല്ല കൂട്ടുകാരെ കൊടുക്കണം. ഞങ്ങളുടെ മക്കള് നല്ലത് തീരുമാനിക്കണം. ഒത്തിരി കൂട്ടുകാരൊന്നും വേണ്ട. നന്മയുള്ള, വിശുദ്ധിയുള്ള, അങ്ങയെ മഹത്വപ്പെടുത്തുന്ന, ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മക്കളായിട്ട് ജീവിക്കുന്ന വലിയ കൂട്ടുകെട്ട് ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ ഒരിക്കലും അങ്ങേ വിട്ടു പോകാതിരിക്കട്ടെ. അങ്ങനെ ആ 4 യുവാക്കന്മാർക്കും എല്ലാ വ്യക്തിയിലും
അറിവും ജ്ഞാനവും കൊടുത്ത് അവരെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് അറിവും ജ്ഞാനവും നൽകി, പഠനത്തിൽ വിജയം നൽകി, ജോലി നൽകി, എല്ലാ വഴികളും ഒരുക്കണം. അവരേതെങ്കിലും പ്രതിസന്ധിപ്പെട്ടാൽ അങ്ങ് അവിടെ ഇറങ്ങിച്ചെല്ലാം. അഗ്നികുണ്ഡത്തിലേക്ക് എന്ന പോലെ, ശിവക്കുഴിയിലേക്ക് എന്ന പോലെ അങ്ങ് ഇറങ്ങിച്ചെന്ന് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണം, ഒതുങ്ങി പിടിക്കണം. ഇവിടെ മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു അഭിഷേകത്തിന് വേണ്ടി മക്കളും പ്രാർത്ഥിച്ച്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ദാനിയേലിനെ പോലെ, ആ 4 യുവാക്കന്മാരെ പോലെ ലോകത്ത് ജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കും. ഒപ്പം മാതാപിതാക്കളെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരുമയോടെ ഒരു അഭിഷേകം, ഒരു ബന്ധം, ഒരു വിശ്വസ്തത നമ്മുടെ മക്കൾക്ക് ഈശോയോട് ലഭിക്കാൻ വേണ്ടി ഈശോയോട് തന്നെ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിനെ നിറച്ച്, ദൈവിക ജ്ഞാനത്താൽ നിറച്ച്, വചനത്താൽ നിറച്ച് ഈശോയെ ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. മക്കളെല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച്, പഠന മേഖല, പരീക്ഷാ വിജയം, ചില മക്കൾ ഇംപ്രൂവ്മെന്റ് ഏതാണ് ഒഴുകുന്ന സമയം, എല്ലാ ഉപരിപഠന മേഖലകള് നല്ല തീരുമാനം എടുക്കേണ്ട സമയമാണ്. എന്ത് പഠിക്കണം, ഏതൊരു വിഷയം എടുക്കണം, ഏതില് ഉപരിപഠനത്തിന് പോകണം, ഈശോ എല്ലാം അങ്ങ് തന്നെ അങ്ങ് ആഴമായ ബന്ധത്തില് ഞങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങ് നയിക്കണം, അങ്ങ് നിയന്ത്രിക്കണം. അങ്ങയുടെ പാദത്തിലേക്ക്, അങ്ങയുടെ ഹൃദയത്തിലേക്ക് മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവികാനുസരണം സമർപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ആശീർവാദത്തിനു വേണ്ടി നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നിയോഗങ്ങൾക്കായിട്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യമരങ്ങൾ. ദിവ്യകാനീശോയെ തൊട്ടുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് ഈ വലിയ അനുഗ്രഹം ഈ ലോകത്തിൽ വെച്ച് ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് 4 യുവാക്കന്മാർക്ക് കിട്ടിയ അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ തൊട്ട് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ ഉറപ്പിക്കണമേ. ഒരിക്കലും അങ്ങേ വിട്ട് ഞങ്ങളുടെ മക്കൾ പോകാതിരിക്കട്ടെ.